ഇവരെന്റെ തീരുമാനം തിരുത്തിയിരിക്കുന്നു ഡോക്ടർ. മനസ്സിലായില്ല? എന്റെ കാലല്ല കൈകൂടി പോയാൽ തന്നെയും എന്നെ വിവാഹം ചെയ്യാൻ ഉഷ ഒരുക്കമാണ്. ഗുഡ്, വെരി ഗുഡ്. രാജൻ അദ്ദേഹത്തിന് കത്തെഴുതിയപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അത് മാത്രമല്ല ഡോക്ടർ, എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഉഷ ഇവിടെ താമസിക്കണമെന്ന് പറയും. അങ്ങനെ താമസിക്കുന്നത് ശരിയാണോ ഡോക്ടർ? ശരിയാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. നിങ്ങളുടെ വിവാഹം ഇവിടെ വെച്ച് നടക്കണം. അത് വേണം. അസുഖമൊക്കെ ഭേദമായിട്ട് പോരെ. രജിസ്ട്രാറെ ഇവിടെ വരുത്താൻ ഞാൻ വേണ്ട ഏർപ്പാട് ചെയ്യാം. അത് വലിയ പ്രശ്നമൊന്നുമല്ല. എന്നാൽ അതിനുള്ള ഏർപ്പാട് ചെയ്യണം ഡോക്ടർ. അല്ല, ഉഷയോ എപ്പോഴാ വന്നത്? കുറച്ച് സമയമായി. രാജേട്ടൻ ആക്സിഡന്റ് ഉണ്ടായ വിവരം ഉഷ എങ്ങനെയാണ് അറിഞ്ഞത്? ഇതാരാ മനസ്സിലായില്ലല്ലോ. എന്റെയും ഉഷയുടെയും സ്നേഹിതയാണ് രജനി. ഞങ്ങൾ ഒരുമിച്ച് ഒരു കോളേജിൽ പഠിച്ചവരാണ്. നമ്മളോട് ഒന്നിച്ചു പഠിച്ച എത്രയോ കൂട്ടുകാരുണ്ട്. ഒരൊറ്റ എണ്ണം പോലും തിരിഞ്ഞു നോക്കിയില്ല. നിനക്കെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ ഉഷ. അത്രേ ആശ. രജനിയോട് ഞാൻ ഒരു സന്തോഷ വാർത്ത പറയാം. എന്റെ വിവാഹമൊക്കെ നിശ്ചയിച്ചു. ഈ കിടപ്പിൽ കിടന്നുകൊണ്ടല്ലേ? വിവാഹത്തെ കുറിച്ചൊക്കെ ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആലോചിച്ചാ മതി. ഇല്ല രജനി, ഇവിടെ കിടന്നുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചു, തീരുമാനിച്ചു. വിവാഹവും ഇവിടെ വെച്ച് തന്നെ ഞാൻ നടത്തും. തമാശ പറയുന്നതിന് ഒരതിരുണ്ട് കേട്ടോ. കേൾക്കുന്നവർ കളിയാക്കും. കളിയാക്കാനൊന്നുമില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ആരാണെന്ന് ചോദിക്കാത്തതെന്ന്. ഓ, ആരെങ്കിലും ആവട്ടെ. അങ്ങനെ അറിഞ്ഞാൽ പോരാ. ഈ നിൽക്കുന്ന ഉഷയെ ഞാൻ ഇവിടെ വെച്ച് രജിസ്റ്റർ വിവാഹം ചെയ്യാൻ പോവുകയാണ്.